ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സെറ്റിന് വേണ്ടി എല്ലാവരും സ്ട്രോങ് ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന 10ാം ക്ലാസ് നിലവാരമുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ടോപ്പിക്കുകൾ നമ്മൾ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂണിറ്റ് 1 പലപ്പോഴും എവിടെയാണ് ഇതിന് സോഴ്സ് അല്ലെങ്കിൽ ഇതിനൊരു നല്ല മെറ്റീരിയൽ കിട്ടാതെ കഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും നമ്മുടെ ഭാഗ്യ ടീച്ചർ ക്ലാസ് 10ൻ്റെ എല്ലാ യൂണിറ്റും കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും റെഫർ ചെയ്തിട്ടാണ് ഈ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻറോൾ ഫോർ ട്രയൽ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്നില്ല. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിൻ്റെയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ PYQ ഡിസ്കഷൻ ട്രയൽ ക്ലാസ്സുകളുണ്ട്. അനശ്വര മിസ്സാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. 30ഓളം സെക്ഷനുകളാണ്. നമ്മൾ 7ാമത്തെ സെക്ഷൻ വരെ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞു. ജൂൺ 10 30 സെക്ഷനും നിങ്ങൾക്ക് കിട്ടും. പെയ്ഡായിട്ടുള്ള സ്റ്റുഡൻസിനെ ഫ്രീ ലെസൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ജനറൽ സയൻസ്, സോഷ്യൽ, ഹ്യൂമാനിറ്റീസ്, കേരള സ്റ്റഡീസ്, ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ, ലോജിക്കൽ റീസണിങ്, ന്യൂമറസി സ്കിൽസ്, അങ്ങനെ എല്ലാ സെക്ഷനുകളും ഫ്രീ ആയിട്ട്. എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെ നോട്ടുകളും അതുപോലെ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഓഫ് ഈസ്റ്റ് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിനുശേഷം എമിനൻറ്റ് തിങ്കേഴ്സിനെ പറ്റി എല്ലാം ഉള്ള ലെസൺ വരുന്നുണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ, അങ്ങനെ 6 യൂണിറ്റിലെ എല്ലാ മൊഡ്യൂളിനെ പറ്റിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അടക്കം ICTയും റിസർച്ചും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അടക്കം നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലിപ്പം നോട്ടുകളും PYQൻ്റെ വീഡിയോ ഡിസ്കഷനുമാണുള്ളത്. കാലക്രമേണ ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഫീസിന് കോഴ്സ് പർച്ചേസ് ചെയ്താൽ അതിനുള്ളിൽ വീഡിയോ ക്ലാസ്സുകൾ കൂടി ആഡ് ആവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ സെറ്റിന് തയ്യാറെടുത്ത് 50% നമ്മുടെ കട്ട് ഓഫിനൊക്കെ വളരെ മുകളിലേക്ക് സ്കോർ ചെയ്യാനും പ്രോപ്പർ ചാനലിലൂടെ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ നമ്മുടെ ഈ കോഴ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടന്നാലോ. PYQ ഡിസ്കഷൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഴ്സ് ട്രയലായിട്ട് എൻറോൾ ചെയ്താൽ കാണാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും. ഇവിടെ തന്നെ ഹൗ ടു ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് ഫ്രീ കോഴ്സ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നും ഓർക്കുക. നമുക്കപ്പം ജനറൽ സയൻസിൻ്റെ സെക്ഷനിൽ ഫിസിക്സിൻ്റെ ക്ലാസ് നോക്കാം. അപ്പോൾ ഇവിടെ കാണണമെങ്കിൽ എൻറോൾ ഫോർ ട്രയൽ എന്നുള്ളത് എടുക്കണം. ട്രയൽ എൻറോൾമെൻറ്റിനായിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ID കൊടുത്തിട്ട് ലോഗിൻ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ട്രയൽ എൻറോൾമെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ നമ്മുടെ ബേസിക് സയൻസിൻ്റെ നോട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഫിസിക്സ് ആണ് ആദ്യം. ബയോളജിയുടെയും അതുപോലെ മറ്റ് സബ്ജക്റ്റിൻ്റെയും നോട്ടുകളും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ നോട്ടുകൾ കൃത്യമായിട്ടും വായിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എനർജി കൺവേർഷനെ പറ്റി ചിലപ്പോഴെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ബൾബ്, നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ എപ്പോഴും ഈ പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് എന്ന് വെച്ചിട്ട് ചിന്തിക്കുക. ഇതൊന്നും ആന കാര്യങ്ങളെ അല്ല. ബൾബ് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും അല്ലേ? നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇൻഡക്ഷൻ കുക്കറിലോ ഇൻഡക്ഷൻ കുക്ക് ടോപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് പാചകം ചെയ്യാനുള്ള താപമായിട്ടാണ് മാറുന്നത്. അടുത്തത് നോക്കാം. സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്. ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ പ്ലഗിൽ കുത്തിയിടില്ലേ? അപ്പോൾ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി ആയിട്ട് ബാറ്ററിയിലെ ചാർജായിട്ട് മാറ്റുന്നു. മിക്സിയിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഒരു മോട്ടർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓവൻ ആണെങ്കിൽ ഹീറ്റ് എനർജി, ഫാൻ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി.
ഇത്തരം ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് Q/T, ചാർജ് ബൈ ടൈം ആണെന്നും ഓർക്കുക. കറണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേ ഒഴുക്ക്, നമ്മൾ ഇംഗ്ലീഷിൽ കറണ്ട് എന്നുള്ള വാക്കിന് ഒഴുക്കെന്നൊക്കെ അർത്ഥമില്ലേ? ഇലക്ട്രിക് ചാർജുകൾ ഇങ്ങനെ ഒരു കമ്പിയിലൂടെ, കണ്ടക്ടറിലൂടെ ഓടി നടക്കുകയാണ്. അപ്പോൾ എത്ര ചാർജ് ഒരു പോയിന്റിലൂടെ ഓടിപ്പോയി എന്നുള്ളതിൻ്റെ കണക്കാണ് കറണ്ട്. അതാണ് Q/T അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നതെന്നും ഓർത്തിരിക്കുക. ഇനിയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പണ്ടോട്ടെ കേൾക്കുന്ന കാര്യം അല്ലേ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഓരോ ക്വാണ്ടിറ്റിയുടെയും വോൾട്ടും യൂണിറ്റും അതിൻ്റെ അബ്രിവിയേഷന് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരമാണ് പ്രധാനമായിട്ടും വരുന്നത്, വോൾട്ടേജ് വി. അതുപോലെ കറണ്ടിൻ്റെ ആംപിയർ എ, അത് അളക്കുന്ന മീറ്ററിൻ്റെ പേരെന്താ? അമ്മീറ്റർ ആണെന്നും ഓർത്തിരിക്കുക. പവർ വാട്ട്, വാട്ട് മീറ്റർ. റെസിസ്റ്റൻസ് ഓം, ഓം എന്നുള്ളതാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്നും വിചാരിക്കാം. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജൂൾസ് ലോ ആണ്. 10ാം ക്ലാസ് നിലവാരമുള്ള ഫിസിക്സ് ആണ് ഈ കണ്ടന്റ് മുഴുവൻ. ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ conducted study about the salient features of heat energy and about the mechanical movements caused by heat. The heat generated in a current carrying conductor is directly proportional to the square of the current in the conductor, the resistance of conductor and the time t. H equal to I square RT എന്നുള്ളതാണ്. ഈ ഇക്വേഷനിൽ ഒരു പവർ ഓഫ് 2 മിസ്സിംഗ് ആണ്. H ഈക്വൽ ടു I സ്ക്വയർ RT ആണെന്ന് ഓർത്തിരിക്കുക. നോട്ടിൽ അതിപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ആണ് നമ്മുടെ ജൂൾസ് ലോയിൽ പറയുന്നത്. H ഈക്വൽ ടു I സ്ക്വയർ RT ആണെന്ന് ഓർക്കുക. ഈ ഇക്വേഷനൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോവുക. നോട്ടിൽ H ഈക്വൽ ടു I സ്ക്വയർ RTക്ക് പകരം H ഈക്വൽ ടു IRT എന്നാണ് എഴുതിയിരിക്കുന്നത്. എച്ചിൻ്റെ പവർ H ഈക്വൽ ടു I സ്ക്വയർ RT ആണെന്ന് ഓർക്കുക. നമ്മൾ ഇക്വേഷൻ്റെ ഭാഗം എഴുതിയിരിക്കുന്നത് കൃത്യമാണ്, ഇക്വേഷനിലേക്ക് വന്നപ്പോൾ ആ പവർ മിസ്സായി പോയതാണ്. ജൂൾസ് ലോ. അടുത്തത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിൻ്റെ യൂസസ് ആണ്. എന്തൊക്കെയാണ് യൂസസ് നോക്കാം. ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. ഹീറ്റിംഗ് കോയിലുകൾ, പണ്ട് ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ വരുന്നതിന് മുൻപ് ഹീറ്റിംഗ് കോയിലുകൾ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന കുക്ക് ടോപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോയ് നിക്രോം ആണെന്ന് ഓർക്കുക. നിക്രോമിൻ്റെ അഡ്വാൻറ്റേജ് ഈ ചൂടുണ്ടാക്കാൻ വേണ്ടി, ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കണ്ട. ഹീറ്റ് എന്ന് പറയുന്ന I സ്ക്വയർ RT. അപ്പോൾ നമുക്ക് I കൂടുതൽ വേണം, R കൂടിയാൽ നല്ലതാ. അതുപോലെ ടൈം കൂടിയാലും ടെമ്പറേച്ചർ, ഹീറ്റിംഗ് ഇഫക്റ്റ് കൂടുമെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ R ഹയർ ആവാൻ വേണ്ടിയിട്ട്. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലിന് നിക്രോം ഉപയോഗിക്കുന്നത്. അതുപോലെ എളുപ്പത്തിൽ മെൽറ്റ് ചെയ്ത് പോവുകയും ഇല്ല. റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് സമയം ഇരിക്കാനും ഓക്സിഡൈസ്ഡ് ആവാതെ, നമ്മൾ ഈ തുരുമ്പ് പോലെ ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രതിപ്രവർത്തിക്കാതെ ഒരുപാട് സമയം ഇരിക്കാനും നിക്രോമിന് സാധിക്കും. അപ്ലയൻസ് വിത്തൗട്ട് ഹീറ്റിംഗ് കോയിൽ, മൈക്രോവേവ് ഓവൻ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ അപ്ലയൻസ് വിച്ച് ഡു നോട്ട് യൂസ് എ ഹീറ്റിംഗ് കോയിൽ. ഇൻ എ മൈക്രോവേവ് oven, microwaves are used and in induction cooker is used eddy current. എഡി കറണ്ട് എന്നുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് സെർച്ച് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുഴലുകൾ, ഈ കറണ്ടിൻ്റെ ചുഴികൾ കാരണം ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഇഫക്റ്റാണ്. കണ്ടക്ടറിൻ്റെ ബൾക്കിൽ കറണ്ട് കൊണ്ടുള്ള ലൂപ്പുകൾ, ചുഴികൾ ഫോം ചെയ്യുന്നതാണ് എഡീസ് എന്ന് പറയുന്നത്, എഡി കറണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ എഡി കറണ്ട് എന്നുള്ള വാക്ക് സെർച്ച് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പഠനം കൂടുതൽ സോൾഡിഫൈ ചെയ്യാനായിട്ട് രേഖപ്പെടുത്തുക. മൈക്രോവേവുകൾ നിങ്ങൾക്കറിയാം, തരംഗങ്ങളിലൂടെയാണ് മൈക്രോവേവിൻ്റെ ഉള്ളിൽ ചൂടാകൽ പ്രക്രിയ നടക്കുന്നതെന്നും ഓർക്കുക.
ഇലക്ട്രിക് പവർ ആണ് അടുത്തത്. പി ഈക്വൽ ടു W/T, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇലക്ട്രിക് പവർ. പി ഈക്വൽ ടു W/T. നമ്മുടെ പവർ, നമ്മൾ നല്ല പവർഫുൾ ആണെന്ന് പറയാമെന്ന് വെച്ചോ, നമുക്ക് ഒരുപാട് വർക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു യൂണിറ്റ് ടൈമിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൂടുതൽ പവർഫുൾ ആവുന്നതിനനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യാം എന്ന രീതിയിൽ ലോജിക്കലായിട്ട് നമുക്കിത് ചിന്തിച്ചു വെക്കാം. LED ബൾബുകളെ പറ്റി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് യൂസ് ചെയ്ത്, LED ഫുൾ ഫോം ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ LED ബൾബ് മറ്റ് ബൾബുകളെക്കാളും ഇഫക്റ്റീവ് ആണെന്നും കൂടുതൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും ഫിലമെൻറ്റുകളൊന്നും ഇല്ല LED-ക്കുള്ളിൽ, ഇൻകാൻഡസൻ ലാമ്പാണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മഞ്ഞ നിറമുള്ള വെളിച്ചം നൽകിയിരുന്നത്. ഇപ്പോൾ എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? LED ലൈറ്റുകളാണെന്നും ഓർക്കുക. അടുത്തത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഒരു യൂണിറ്റ് കൂടിയാണ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൗണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ ഒരു പ്രിൻസിപ്പിൾ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ വലത് കൈ കൊണ്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളിങ്ങനെ വിരലുകൾ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ ആ തമ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ എന്ന് ഓർക്കുക. അതുപോലെ ഈ വിരല് ചുറ്റി അതിനെ പിടിച്ച ഡയറക്ഷനിൽ, തമ്പിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വിരലുകൾ മടക്കിയതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് ഓർക്കുക. അതുപോലെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് സോളിനോയിഡ്. നമ്മൾ കണ്ടക്ടറിനെ ചുരുട്ടി ഈ ഒരു സ്പ്രിംഗ് ഷേപ്പിലാക്കുന്നതിനെയാണ്, ഈ ഹെലിക്കൽ ഷേപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നതെന്നും ഓർത്തിരിക്കുക. സോളിനോയിഡ്സിൻ്റെ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ടതാണ്. ഇവിടെ ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹോൾഡ് ദ ഫോർ ഫിംഗർ, ദ മിഡിൽ ഫിംഗർ ആൻഡ് ദ തമ്പ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇഫ് ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ കണ്ടക്ടറിൻ്റെ മോഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നതെന്നും ഓർത്തിരിക്കുക. നിങ്ങൾ ഇതിൻ്റെ ഒന്നും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും പഠിച്ചെടുത്താൽ നമുക്കെപ്പോഴും പഠനവും പഠിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സ്കോറുമായിട്ട് ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ നോക്കാം. പ്രധാനമായിട്ടും ഒരു മോട്ടറിൻ്റെ ഭാഗങ്ങൾ, അതിനൊരു ആക്സിൽ ഉണ്ടാവും, ആർമേച്ചർ കോയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടറുകളും മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോളും ഉണ്ടാകും. പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റി ചുരുക്കത്തിലൊന്ന് പറഞ്ഞുവെന്ന് മാത്രം. കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിൽ ആർമേച്ചർ എന്താണ്, സ്പ്ലിറ്റ് റിങ്ങുകൾ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ, നമ്മൾ കാണുന്ന ആരാധനാലയങ്ങളിലും പൊതുചടങ്ങുകളിലും ഒക്കെ കാണുന്ന ലൗഡ് സ്പീക്കറിനെ പറ്റിയാണ് അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ്, അതിൻ്റെ ഡയഗ്രവും തന്നിട്ടുണ്ട്. ഇതൊക്കെ മാഗ്നറ്റ്സിൻ്റെ, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ആപ്ലിക്കേഷനുകളായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. wherever there is a change in the magnetic flux. ഇവിടെ ഓട്ടോ കറക്റ്റിൻ്റെ ഉദാഹരണമാണ്. whenever there is a change in the magnetic flux, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കേസിൽ ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇവിടെ ഹിന്ദി എന്ന് ഓട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഇസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് വായിക്കേണ്ടത്. ദിസ് ഫിനോമിനൻ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ കുക്കറിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ നമ്മൾ
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനോടൊപ്പം എഡി കറന്റ് ഫോർമേഷൻ ആണെന്നും പറഞ്ഞു. അതുപോലെ ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത് ചെറിയ ഒരു കറണ്ടിലും നമുക്ക് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ എന്നും ഓർക്കുക. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡയെ പറ്റിയുള്ളൊരു ഷോർട്ട് നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കറണ്ട് DC, അതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്നിവയെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയാണ് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോളിനോയിഡ് പോലെ ഒരു സിംഗിൾ കോയിലിലാണ് നടക്കുന്നത്. 2 കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള കോയിലുകളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതുപോലെ ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ നമ്മുടെ പവർ പ്ലാന്റുകളിലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ പവർ ഗ്രിഡിലേക്കൊക്കെ അയക്കുമ്പോൾ അവിടെ ഉപയോഗം വരുന്ന ഡിവൈസുകളാണ് ട്രാൻസ്ഫോമേഴ്സ്. Transformer is a device for increasing or decreasing the voltage of an AC without any change in the electric power. പവർ മാറാതെ വോൾട്ടേജ് മാറ്റുവാനായിട്ടുള്ള ഡിവൈസുകളാണ് ട്രാൻസ്ഫോമേഴ്സ് എന്നും ഓർത്തിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും ഉണ്ട്. അതുപോലെ ഇവയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നും ഓർത്തിരിക്കുക. സെൽഫ് ഇൻഡക്ഷനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഇവിടെ നൽകിയിരിക്കുന്നു. മൂവിംഗ് കോയിൽ മൈക്രോഫോണിലെ എനർജി ചേഞ്ച് സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെന്നും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്നും ഓർക്കുക. വാട്ട് അവർ മീറ്റർ, ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ പവർ കൺസംഷൻ അളക്കുവാൻ വേണ്ടിയിട്ട് ഇത്ര യൂണിറ്റ് കറണ്ടായി എന്ന് കറണ്ട് ബില്ല് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലുള്ള കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് ഈ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ. നമ്മുടെ എല്ലാ വീടുകളിലുണ്ട്. എനർജി ഇൻ കിലോ വാട്ട് അവർ കിട്ടാൻ വേണ്ടി പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. കിലോ വാട്ട് ആവാൻ വേണ്ടിയിട്ടാണ് പവറിനെ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോ വാട്ട് അവർ കിട്ടുമെന്നും ഓർക്കുക. MCBയുടെ ഫുൾ ഫോമും ECBയുടെ ഫുൾ ഫോമും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് വളരെ നീണ്ട ഒരു വീഡിയോ ആയി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ചെറിയ ചില പോയിന്റുകളൊക്കെ സ്കിപ്പ് ചെയ്തത്. ഇലക്ട്രിസിറ്റി എന്താണെന്നും ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്താണെന്നും ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് എന്താണെന്നും ബയോമാസ് പ്ലാന്റ് എന്താണെന്നും അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ നോട്ടുകൾ കവർ ചെയ്യുന്നതിലൂടെ പരീക്ഷയ്ക്ക് പോസിബിളായി ചോദിക്കാവുന്ന എല്ലാ ഏരിയകളും കവർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം നമ്മുടെ ഈ കോഴ്സിലൂടെയും ഈ ഫ്രീ ആയിട്ടുള്ള നോട്ടിലൂടെ. ഇതുപോലെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും നോട്ടുകളുണ്ട്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പഠനത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് 10ാം ക്ലാസ്സിലെ അടുത്ത ഒരു ചാപ്റ്ററാണ്. മിററിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഈ 3 ഏരിയയിൽ നിന്ന് മസ്റ്റായിട്ടും സെറ്റ് എക്സാമിന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് പഠിച്ചിട്ട് തന്നെ പോവുക. മാഗ്നിഫിക്കേഷൻ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ചില വർഷങ്ങളിലെങ്കിലും ചോദിച്ച് കാണാറുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ പറ്റിയും ക്രിട്ടിക്കൽ ആംഗിളിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്ന ഏരിയകളാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്, ടിൻഡാൽ ഇഫക്റ്റ് എന്താണ്, നമ്മൾ കാണുന്നത് അല്ലേ ഈ പ്രകാശം ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ പുകയിലൂടെയും മറ്റ് പാർട്ടിക്കിളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ടിൻഡാൽ ഇഫക്റ്റ്. അതുപോലെ ലൈറ്റ് പൊല്യൂഷൻ, ഫോട്ടോ പൊല്യൂഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ്. വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്, കണ്ണുകൊണ്ട് എങ്ങനെയാണ് കാണുന്നത്, കണ്ണിൻ്റെ പ്രത്യേകതകൾ, ബയോളജിയുടെ ഉള്ളിലേക്കും ഇത് വരുന്നുണ്ട്. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ 1/16 ആണ്, 1/16 ഓഫ് എ സെക്കൻഡ് ആണ് എന്നുള്ളതും നമ്മളിവിടെ കാണുന്നു. ഡിസ്പേർഷൻ, അതുപോലെ മറ്റ് പ്രതിഭാസങ്ങൾ. പ്രൈമറി കളേഴ്സിനെ പറ്റി സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. വിഷ്വലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിൽ പതിയാനും പഠിച്ചു വെക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്
സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ പറ്റി. സ്കാറ്ററിംഗ് കാരണം സംഭവിക്കുന്ന കടലിൻ്റെയും അതുപോലെ ആകാശത്തിൻ്റെയൊക്കെ ആകാശത്തിൻ്റെ നീല നിറത്തിൻ്റെ കാരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണെന്നും മറ്റ് ഡീറ്റെയിൽസ് സൺസെറ്റും സൺറൈസും ചുവന്ന കളറിൽ റെഡിൻ്റെ കളറ് കൂടുതലായിട്ട് കാണാനുള്ള കാരണവും ഒക്കെ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. എനർജി മാനേജ്മെൻറ്റിനെ പറ്റിയും ഫോസിൽ ഫ്യൂവൽ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ പറ്റിയുമാണ് അടുത്ത ഭാഗം. ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ കാണാറുണ്ട്, ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സിനെ പറ്റിയും ബ്രൗൺ എനർജിയെ പറ്റിയും ഒക്കെ ഉള്ള ഭാഗങ്ങളും നിങ്ങൾ തയ്യാറെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയും ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഒക്കെ ഇതുപോലത്തെ ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടുകൾ കുറിച്ചെടുക്കാൻ പാകത്തിനും അല്ലെങ്കിൽ ആപ്പിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഫ്രീ ആയിട്ടും ഈ നോട്ടുകൾ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.